സുനിത വില്യംസിൻ്റെ ആരോഗ്യം. നമുക്കറിയാം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ നാൾ താമസിച്ച ഇന്ത്യൻ വംശജയാണ് സുനിത വില്യംസ്. നീണ്ട 9 മാസത്തെ ബഹിരാകാശ യാത്ര. അപ്പോൾ സുനിത വില്യംസ് നേരിടാൻ പോകുന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശക്തി അവർക്ക് വളരെ കുറവായിരിക്കും. പിന്നെ വേറൊരു കാര്യം, സ്പേസിൽ സീറോ ഗ്രാവിറ്റിയാണ്. അപ്പോൾ സീറോ ഗ്രാവിറ്റി ഉള്ളപ്പോൾ അവർ കാലിലൊന്നും നിലത്തൂന്നേണ്ടിയ അവസ്ഥ വരുന്നില്ല, നടക്കുകയോ അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ബോണിനെയും മസിലിനെയും കാര്യമായിട്ട് ബാധിക്കുന്നു. ബോൺ മിനറൽ ഡെൻസിറ്റി കുറയുന്നു, അതായത് അസ്ഥി സാന്ദ്രത കുറഞ്ഞ് എല്ല് പൊട്ടുന്ന പോലെ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള രോഗങ്ങളിലേക്ക് ഇത് നയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മസിൽ മാസ്, ശരീരത്തിൻ്റെ മസിൽ മാസ് പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. അപ്പോൾ മാഡം വന്നിറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലാവും, ശരീരത്തിൽ സ്യൂട്ടുകളെല്ലാം ധരിച്ചായിരുന്നു വന്നത്. അപ്പോൾ മസിൽ മാസ് കുറഞ്ഞ് മസിൽ അട്രോഫി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു കണ്ടീഷനാണ് ബേബി ഫീറ്റ്. അതായത് ഇത്രയും നാൾ ഇവർ കാല് തറയിൽ ഊന്നി നടന്നിട്ടില്ല സ്പേസിൽ. അപ്പോൾ ഒരു കുഞ്ഞു കുട്ടി എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെ ആ കാലിൻ്റെ അടിഭാഗം നല്ല സോഫ്റ്റ് ആവും. അതിന് ബേബി ഫീറ്റ് എന്ന് പറയും. അപ്പോൾ നടക്കുമ്പോൾ അവർക്ക് വേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടും. പിന്നെ നടക്കുമ്പോൾ ഒരു ബാലൻസിന് ബുദ്ധിമുട്ടും വരും. അടുത്ത, ഹൃദയത്തിനെ സംബന്ധിച്ച് സ്പേസിൽ ഗ്രാവിറ്റി കുറവായതുകൊണ്ട് പമ്പിങ്ങിൻ്റെ ആവശ്യം വളരെ കുറവാണ്. ഹാർട്ടിൻ്റെ പമ്പിങ് ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. പക്ഷേ തിരിച്ച് എർത്തിലോട്ട് വരുമ്പോൾ പമ്പിങ് ആക്ടിവിറ്റി കൂടുകയും ഹാർട്ട് റേറ്റ് ഇറഗുലർ ആവുകയും ചിലപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് തലകറക്കം, BP കുറവ് അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. വേറൊരു കണ്ടീഷനാണ് ദഹനക്കുറവ്, പിന്നെ ഗ്യാസ് ട്രബിൾ. അതായത് സ്പേസിൽ അവർ കഴിക്കുന്ന ഫുഡുകളല്ല അവരിവിടെ എത്തിയിട്ട് കഴിക്കണം. അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ദഹനക്കുറവും ഗ്യാസ് ട്രബിളും പോലെയുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ വേറൊരു കണ്ടീഷനാണ് ബ്രെയിനിൽ ഫ്ലൂയിഡ് ഇംബാലൻസ് വരുന്നത്. അത് പെട്ടെന്നുണ്ടാകുന്ന തലകറക്കം, മന്ദത, മുഖത്ത് നീര് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് സുനിത വില്യംസിന് ശരീരത്തിൻ്റെ ഭാരക്കുറവ്, ഉറക്കക്കുറവ്, കാഴ്ചശക്തി കുറവ്, പിന്നെ കൈകാലിന് വേദന, നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണ ആരോഗ്യത്തിലെത്താനായിട്ട് ചെയ്യേണ്ടത് റീഹാബിലിറ്റേഷൻ ചെയ്യണം. റീഹാബിലിറ്റേഷൻ എക്സസൈസുകളുണ്ട്, അത് ചെയ്യണം. പിന്നെ കൂടാതെ തന്നെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഉണ്ട്, കാർഡിയോവാസ്കുലർ എക്സസൈസ് ഉണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും പഴയ ആരോഗ്യാവസ്ഥയിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സുനിത വില്യംസ് ഈ പൂർണ്ണ ആരോഗ്യത്തിലോട്ട് എത്താൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.